എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയൊരിടയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ അവസാന മത്സരത്തിനായിട്ടാണ്. മാർച്ച് 12-ാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരം. ഹൈദരാബാദുമായിട്ടാണ് ആ മത്സരം വരുന്നത്. എന്നാൽ ആ മത്സരത്തിന് ശേഷം ഒരു വമ്പൻ പ്രഖ്യാപനം തന്നെ മാർക്കസ് ബൊർഗലാവ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി നടത്തുമെന്നുള്ളൊരു കാര്യം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഉറപ്പ് നൽകിയിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വമ്പൻ സൈനിങ് ആയിരിക്കും അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുക എന്നാണ് അദ്ദേഹം നിലവിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പുതിയ പരിശീലകന്റെ പ്രഖ്യാപനമാണോ അതോ പുതിയ താരത്തിൻ്റെ പ്രഖ്യാപനമാണോ മാർക്കസ് ബൊർഗലാവ് നടത്തുന്നതെന്നാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ഒരു സംശയം ഉയർന്നു വരുന്നത്. ആരായാലും ഒരു വമ്പൻ സൈനിങ് തന്നെയാണെന്ന് ഇപ്പോൾ മാർക്കസ് ബൊർഗലാവ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം കൂടിയാണ്. എന്നാൽ ഇപ്പോൾ അതിനിടയിൽ ഒരു ആരാധകൻ കേൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാധ്യമത്തോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മാർക്കസ് ബൊർഗലാവ് പറഞ്ഞിട്ടുണ്ട് ഒരു വമ്പൻ സൈനിങ് തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ആ താരത്തിൻ്റെ പേരോ അല്ലെങ്കിൽ പുതിയ പരിശീലകനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരോ മാർക്കസ് ബൊർഗലാവ് അവസാന മത്സരത്തിന് ശേഷം വെളിപ്പെടുത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിനെപ്പറ്റി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താമോ എന്നതായിരുന്നു ആരാധകന്റെ ചോദ്യം. എന്നാൽ അതിന് കേൽ ഇന്ത്യ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ഒരു ബിഗ് ഫിഷ് തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ഒരു ബിഗ് ഫിഷ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ഒരു വമ്പൻ സൈനിങ് തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും. മാർക്കസ് ബൊർഗലാവ് അത് ഈ മാസം 12-ാം തീയതി വെളിപ്പെടുത്തുമെന്നും ഇപ്പോൾ കേൽ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ അവർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ആ രാത്രി നിങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു രാത്രിയായിരിക്കുമെന്നും അവർ ഇതിൽ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ചൊരു സൈനിങ് തന്നെയായിരിക്കും. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതൊരു പുതിയ പരിശീലകൻ്റെ പ്രഖ്യാപനം തന്നെയായിരിക്കും. എന്തായാലും പുതിയ താരത്തിൻ്റെ പ്രഖ്യാപനമാവാൻ നിലവിൽ സാധ്യതകൾ കാണുന്നില്ല. താരത്തിൻ്റെയൊക്കെ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് നടത്താനുള്ള സാധ്യതകൾ കാണുന്നുള്ളൂ. ഏതായാലും പുതിയ പരിശീലകൻ്റെ ആയിരിക്കുമെന്നാണ് നിലവിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്തായാലും കോച്ചിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഈ മാസം 12-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കാം. ഹൈദരാബാദുമായുള്ള മത്സരം കഴിഞ്ഞാൽ ഉടൻ തന്നെ മാർക്കസ് ബൊർഗലാവ് അപ്ഡേറ്റ് പങ്കുവെക്കുമെന്ന് അദ്ദേഹം നിലവിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പരിശീലകനാണെങ്കിൽ ഏത് പരിശീലകനാണെന്നാണ് ആരാധകർ ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത്. സെർജിയോ ലൊബേറയുടെ പേരുകൾ ധാരാളം ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ സെർജിയോ ലൊബേറ എത്തേണ്ട സാധ്യതകളില്ലെന്നാണ് മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവാൻ മുക്കമനോയിസ് വീണ്ടും തിരികെ എത്തുമെന്ന് ഇപ്പോൾ നിലവിൽ പറയുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിലെ ചില ആളുകൾക്ക് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ താല്പര്യമുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവാൻ്റെ ഒരു കംബാക്ക് ആയിരിക്കുമോ എന്നതും ആരാധകർ നിലവിൽ ഉറ്റുനോക്കുകയാണ്. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണെന്നുള്ളൊരു കാര്യം. കൂടാതെ ISL എക്സ്പീരിയൻസ് ഉള്ള പരിശീലകനാണോ അതോ ഇതുവരെയും ISLലേക്ക് എത്താത്ത പരിശീലകനാണോ നമുക്ക് കണ്ടു തന്നെ അറിയാം. അതോ ഇനി പുതിയ താരമാണോ എന്താണ് നമുക്ക് ഈ മാസം 12-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അതൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയായിരിക്കുമെന്നാണ് ഇപ്പോൾ കേൽ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്.